അല്ലേ നോണയൊന്നുമില്ലല്ലോ, ഫേക്ക് അല്ലേ. കൊഞ്ചുക, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു നാടൻ കോഴിക്കറിയാണ് വെക്കാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ കൂടിയാണ്, ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഒരു നാടൻ കോഴി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നാടൻ കോഴീനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ ജപ്പാനിൽ വെച്ച് നാടൻ കോഴി കഴിക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സാദിയ എന്ന് പറഞ്ഞിട്ടൊരു കോഴി മേടിച്ച് വെച്ചു. അത് നാടനല്ലാന്ന് പിന്നെയാണ് മനസ്സിലായി. കുറേ പേര് കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വിചാരം ഈ കുറേ എല്ലും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നാടൻ കോഴി, പിന്നെ ഈ ഇറച്ചി കൂടുതലുള്ള അങ്ങനത്തെ ഇറച്ചിക്കോഴി മറ്റേ അങ്ങനത്തെയൊക്കെ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടിയതല്ല, മാറ്റി കിട്ടിയെന്ന് തന്നെ പറയണം. അപ്പോൾ എന്തായാലും ഞാൻ നാടൻ കോഴിയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങ വറുത്തരച്ചങ്ങണ്ടല്ലോ വെക്കണേ, വറുത്തരച്ചെന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെറുതായിട്ടൊന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴുകി പറക്കി എല്ലാം റെഡിയാക്കി തുടങ്ങണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ എല്ലാവരും ഫുൾ ഓണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ബഹളം എല്ലാം ഒക്കെ ആവും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഷോർട്ടും ഇട്ടേക്കാം, രണ്ടും കൂടി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഒരു സാധാരണ റെസിപ്പിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് പറഞ്ഞ് നമുക്ക് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം. പിന്നെ മസാലയൊക്കെ പുരട്ടി ഇത് എത്ര കുക്കറിലാട്ടോ വെക്കുന്നത്, അപ്പോൾ എത്ര വിസില കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കണം കേട്ടോ. നമുക്കിന്ന് ക്യാമറമാൻ ഇല്ല, അമ്മ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കഴുകി ഒന്ന് സെറ്റാക്കാം. ചിക്കൻ കഴുകാനായിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് വരേണ്ടി വന്നു. ഞങ്ങളുടെ വീട്ടിൽ കൂമെന്നെങ്ങാണ്ടാണ് അമ്മ പറയുന്നത്. ആ ഉറുമ്പിൻ്റെ ഭയങ്കര ശല്യമുണ്ട്. അതുകൊണ്ട് പുറത്ത് വെച്ച് കഴുകേണ്ട, അകത്ത് വെച്ച് തന്നെ കഴുകാമെന്ന് വിചാരിച്ചു. ഇന്നലെ മേടിച്ച നാടൻ കോഴിയാണ് കേട്ടോ. ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചാണ്. നാടൻ കോഴി വെച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ റെസിപ്പി തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റാക്കുന്നുണ്ട്. ജസ്റ്റ് കഴുകി എല്ലാം റെഡിയാക്കി എടുക്കണം. എനിക്ക് പിന്നെ ഇത് എന്തോരം വൃത്തിയാവുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അമ്മ തന്നെയാണ് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. അമ്പലത്തിനടുത്താണ് വീട്, ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലത്തിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പിന്നെ നന്നാക്കാനും കഴുകാനും കളയാനൊക്കെ ഉള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അമ്മയ്ക്കാണ് അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ വലിയ കുക്കൊന്നും അല്ല കേട്ടോ. ശരിക്കും ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പം വീഡിയോസിൻ്റെ ഭംഗി കൊണ്ടാണ് ചിലപ്പം എല്ലാവരൊക്കെ ഇരുന്ന് കാണുന്നത്. അല്ലാതെ ഞാൻ വലിയ കുക്കോ കാര്യങ്ങളൊന്നും അല്ല. എനിക്കങ്ങനെ പെട്ടെന്ന് ഒരു സാധനം കുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഈ ഇറച്ചിയും മീനും അതും ഇതും സാധനങ്ങളൊക്കെ വയ്ക്കും. ബാക്കി ബിരിയാണി മന്തിയൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അത് നോക്കിയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴുകി പറക്കി എടുത്തു. 2 വെള്ളത്തിൽ കഴുകി, പിന്നെ ഉപ്പിട്ട് നല്ലോണം കഴുകിയിട്ടു. അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. നാടൻ കോഴി ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന കോഴിയോടൊക്കെ നമുക്കൊരു ഭയങ്കര സ്നേഹം കാണില്ലേ. അതുപോലെ ഇന്നലെ ഈ കോഴീനെ ജീവനോടെ കണ്ടപ്പോൾ ഇങ്ങനെ എന്തോ പോലെ തോന്നി. അതുകൊണ്ട് വെട്ടണ സമയത്ത് ഞങ്ങൾ മാറി നിന്നു. അത് കണ്ടില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് മല്ലിപ്പൊടി അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി ഒന്ന് വെച്ചു, അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. അമ്മ ആ സമയത്ത് കുളിച്ച് റെഡി ആയിട്ട് വരാനായിട്ട് പോയി. കാരണം ഞങ്ങൾക്കിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അവിടെ പോയി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് അയൽക്കൂട്ടത്തിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ രാവിലെ എല്ലാ പണികളും തീർത്ത് വെക്കണം. പിന്നെ അപ്പത്തിന് രാവിലെയാണ് അരച്ച് വെച്ചത്. അത് കറക്റ്റ് പൊളിച്ച് കഴിയുമ്പോൾ അത് ചുടണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് എടുക്കുവാണല്ലോ ഇത്, അപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഇടയ്ക്ക് വന്ന് അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സവോളയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ, ഇതിൻ്റെ അളവ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. എല്ലാം എടുത്തു വെച്ചിട്ട് പോയി. അതനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ നന്നാക്കിയത്. ഞാൻ അവിടെയൊക്കെ ഉണ്ടാക്കണ ഒരാൾക്കുള്ള അളവല്ലേ. ഇപ്പോൾ 2.5 കിലോ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് എത്ര വേണമെന്നൊന്നും എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. അപ്പം അമ്മ എല്ലാം എടുത്ത് വെച്ചിട്ട് പോയി. ഞാനെല്ലാം അരിഞ്ഞ് സെറ്റാക്കി എടുത്തു. കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കത്തിയും കത്രയൊക്കെ പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും എടുക്കാറൊന്നുമില്ല. നമ്മൾ ആ കത്തി ഉപയോഗിച്ചാൽ നല്ല മൂർച്ചയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചറിയണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അച്ചാണം പുച്ചാണം ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഷോർട്ട് വീഡിയോസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഷോർട്ടായിരിക്കും മിക്കവാറും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വെളുത്തുള്ളി എങ്ങനെ അരിയണോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, നീളത്തിലാണോ ഒന്നും. അതുകൊണ്ട് ഞാൻ ചതച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഞ്ചി ആണെങ്കിലും കുനുകുനാന്നങ്ങ് അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് തക്കാളിയുടെ കാര്യം ഓർത്തത്. അങ്ങനെ 2 തക്കാളിയൊക്കെ എടുത്തു. അത് ശരിക്കും ചെറുതായിട്ടായിരുന്നു അരിയേണ്ടത്. എന്നോട് അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് ഞാനങ്ങ് വലുതായിട്ടങ്ങ് ചുമ്മാ കട്ട് ചെയ്തങ്ങ് വെച്ചു. അപ്പോഴേക്കും അമ്മ കുളിച്ച് റെഡിയായിട്ട് വന്നു.
പിന്നെ അപ്പം ചൂടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജനലിൽ കണ്ടോ, അവിടെ നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അധികം റിംഗ് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരാറ് പോലുമില്ല. എന്നാലും വെട്ടത്തിന് വേണ്ടിയിട്ട് റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബാക്കി പരിപാടികൾ തുടങ്ങുകയാണ്. ആദ്യം സവാള നന്നായിട്ട് വഴറ്റുവാണ്. വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി, സാധാരണ ചിക്കൻ കറി വയ്ക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ വറുത്തരച്ച് വയ്ക്കാനൊക്കെ ആയിട്ടാണ് തീരുമാനിച്ചത്. പിന്നെ വറുക്കാനും അരയ്ക്കാനും വീഡിയോസ് എടുത്തും ഷോട്ടും എല്ലാം കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സമയം ശരിയാവില്ല. അതുകൊണ്ട് അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വരികയും ചെയ്യും. അപ്പം പെട്ടെന്ന് ചെയ്യണ്ടേ. ഇത് തന്നെ ഒരു 3-4 മണിക്കൂറത്തെ പ്രയത്നമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞൊക്കെ നടന്ന് അങ്ങനെയാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും വഴന്നു വന്ന സവോളയിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ടു, അതുപോലെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടത് വലിയ അബദ്ധമായിപ്പോയി. അതാണ് അമ്മ നോക്കുന്നത്. കാരണം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിടണ്ടായിരുന്നു. അമ്മ പിന്നെ കുത്തി ഇളക്കിയൊക്കെയാണ് അതൊന്ന് റെഡിയാക്കി വന്നത്. വലിയ കഷ്ണമായിട്ടാണ് ഞാൻ അരിഞ്ഞേട്ടോ. ഞാനങ്ങനെ ഞാൻ ഓർത്ത് വാടി വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇത് വരുന്നു. അരച്ചല്ല ചേർക്കുന്നത്. അപ്പോൾ എനിക്കറിയത്തുമില്ലായിരുന്നു. പിന്നെ അമ്മ മിക്സിയിലിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ അരച്ച ആ ഒരു കൂട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് പിന്നെയാണ് നമ്മൾ ഈ ഒരു ഉരുളിയിലെടുത്ത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ച അരപ്പുകളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തു. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ്. ഏകദേശം കുക്കറിലിട്ട് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം സ്മെല്ല് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയുകയും ചെയ്തു സാധനങ്ങളൊന്നും ചേർത്തില്ലല്ലോ എന്ന്. അപ്പോൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ആ ജാറും കൂടി കഴുകി ഒഴിച്ച് അങ്ങ് സെറ്റാക്കി വെച്ചു. ഇനി തിളയ്ക്കുന്ന ഒരു സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ പൊക്കി നോക്കും. പിന്നെ കോഴി 2.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. 2.5 കിലോ കോഴിയാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇനി കടുകൊക്കെ പൊട്ടിച്ചിടാനുള്ളതുള്ളൂ. അതും പൊട്ടിച്ചിട്ടു. പിന്നെ സെറ്റായി. ഇനി ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അപ്പമൊക്കെ റെഡിയാക്കി ചുട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീട്ടിൽ അപ്പമാണ് കേട്ടോ. ചില ദിവസങ്ങൾ നല്ല സൂപ്പറായിട്ട് നല്ല പാലപ്പമല്ല പൂ പോലുള്ള അപ്പം കിട്ടും. ചില ദിവസം പുളിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ അരച്ച് വെച്ചത്. അതുകൊണ്ട് അപ്പം റെഡിയാവുമോ എന്നുള്ള കാര്യത്തിൽ നല്ലൊരു ഡൗട്ടാണ്. പിന്നെ അമ്മ ഓടിപ്പോയി കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ വലിയ മരമുണ്ട്. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ കുറേ സമയം പോയിട്ടോ. നമ്മൾ കുക്കിംഗ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തും അങ്ങനെയൊക്കെ. പിന്നെ അമ്മ അതിനിടയ്ക്ക് കുളിക്കാൻ പോയിട്ട് വന്നു. അങ്ങനെ അതിനിടയ്ക്ക് പിള്ളേരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഫൈനൽ ഇതിലേക്ക് എത്തി. പിന്നെ ഞാൻ അരപ്പ് ചേർക്കുന്ന ആദ്യം കാണിച്ചു കേട്ടോ. ഇപ്പോഴാണ് കുക്കറിൽ നിന്ന് അതൊന്ന് നമ്മൾ മാറ്റുന്നത്. എന്നിട്ടാണ് അരപ്പ് ചേർത്തത്. ഞാൻ ആദ്യം അത് കാണിച്ചു. പിന്നെ എന്തായാലും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പം ചൂടാന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ കുക്കിംഗ് അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് അരപ്പില്ലാന്ന്. അരപ്പ് ഇട്ടത് ഞാൻ ആദ്യമേ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ അതിന് അപ്പം ചൂടാനുള്ള പരിപാടിയാണ്. അതിന് മുമ്പേ ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയാണ് ഞാനവിടെ ചുറ്റിപ്പറ്റി കൂടിയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കഷ്ണം എടുക്കാൻ പറഞ്ഞ് അതിൽ നിന്ന് ഒരു കഷ്ണം കുറച്ച് ചാറും എടുത്തു. അപ്പോൾ അടുക്കളയിൽ സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും ആദ്യം അപ്പം ചൂടുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ഞാൻ തന്നെ അകത്താക്കും. അങ്ങനെ പിന്നെ ബാക്കി ചുട്ടൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനത്തെ ചെറിയ ഉപകാരിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ടേസ്റ്റൊക്കെ നോക്കി. അത് നല്ല ടേസ്റ്റ് നോക്കലായിരുന്നു അത്. ഒരു കഷ്ണത്തിലൊന്നും നിന്നില്ല. 1-2 കഷ്ണം എടുത്തങ്ങ് ടേസ്റ്റൊക്കെ നോക്കി. അപ്പം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്നാലേ അതിൻ്റെ അകത്തേക്കെല്ലാം പിടിച്ചു വരുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനി അപ്പം ചൂടാനുള്ള പരിപാടിയായി. അങ്ങനെ അമ്മ അപ്പം ഓരോന്നായിട്ട് ചൂടാൻ തുടങ്ങി. മാവ് അത്ര സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ പുളിച്ചു വന്നിട്ടില്ലായിരുന്നു. രാവിലെ തന്നെ എല്ലാം അരച്ച് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് 1-2 ചുട്ട് നോക്കിയിട്ട് സെറ്റാവുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പത്തിരി കിട്ടും. അപ്പോൾ പത്തിരി ഇറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പത്തിരി നമ്മൾ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി 1-2 അപ്പം അമ്മ ചുട്ടെടുക്കുകയാണ്. മാവൊട്ടും പുളിച്ചില്ല എന്നല്ല, കുറച്ച് കുമ്പളകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇതിൽ നന്നായിട്ട് പുളിച്ച് നല്ല പൂ പോലുള്ള അപ്പമൊക്കെ കിട്ടാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമാണ് അത് ഫെയിലായി പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള അപ്പം കൂടി ചുട്ടെടുക്കുകയാണ്. ഒരു 5-6 എന്നാൽ ചൂടാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് പത്തിരി മേടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് ഞങ്ങൾ. അപ്പോൾ ഞാൻ പത്തിരി മേടിക്കാൻ വേണ്ടി പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും അമ്മ കുറച്ച് ചുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പിള്ളേരുടെ അടുത്ത് പോയി. അവിടെ നിന്ന് പടം വരയ്ക്കാനിരുന്നു. ഒരു ജസ്റ്റ് ഇരുന്നു കുറച്ച് നേരം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. കുക്കിംഗ് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഏകദേശം സമയവും നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പത്തിരി മേടിക്കാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പത്തിരി മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പത്തിരി മേടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഞാൻ പത്തിരി മേടിക്കാനായിട്ട് പോയി. അമ്മ ബാക്കിയുള്ള അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ്. പണ്ടൊക്കെ ഒരുപാട് പത്തിരിയൊക്കെ ഈ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും കിട്ടുമായിരുന്നു. ഇപ്പോൾ ആണ് അങ്ങനെയൊന്നും കിട്ടാറില്ലാത്ത. പിന്നെ ഞാൻ 5 കൊല്ലം പുറത്തായിരുന്നല്ലോ. അപ്പം പത്തിരിയൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റാറില്ല. അങ്ങനെ അമ്മ ബാക്കിയുള്ള അപ്പമൊക്കെ ഓരോന്നായിട്ട് അങ്ങ് ചുട്ടെടുത്തു. ഞാൻ പത്തിരി മേടിക്കാനായിട്ട് പോയി. പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ കിട്ടും. പാർട്ടി ഓർഡറുകളൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് റേറ്റും ഭയങ്കര കുറവാണ്. ഒരെണ്ണത്തിന് 2 രൂപയുള്ളൂ കേട്ടോ.
അപ്പോൾ അത് മേടിച്ചുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ അമ്മ ബാക്കി അപ്പം എല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചു. അങ്ങനെ ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ചുട്ട് വെച്ചിട്ട് ഞങ്ങൾ അത് കഴിക്കണം. പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കണം. പഴയ വീട്ടിലാണ് കേട്ടോ വൈഫൈ ഉള്ളത്, അപ്പോൾ അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് അയൽക്കൂട്ടത്തിന് പോകാനുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് അമ്മ പെട്ടെന്ന് അപ്പമൊക്കെ ചുട്ട് തീർത്തു. ഒരുപാട് ചുടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും പത്തിരി മേടിച്ചുകൊണ്ട് വന്നു ഞാൻ. അങ്ങനെ പത്തിരി എടുത്തു. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു റൗണ്ട് കഴിച്ചിട്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടി കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അവരെല്ലാം കഴിച്ചായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിത് സമാധാനമായിട്ടിരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ പിള്ളേരാണെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പത്തിരി ആയതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.